ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ കേരള, ഭൂട്ടാൻ, നാഗാലാൻഡ് ട്രിപ്പിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. നമ്മളിവിടുന്ന് പുറത്തൊക്കെ ഇറങ്ങുമ്പം എല്ലാവരും വന്ന് നമ്മളെ വിഷ് ചെയ്യുന്നൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് തരാനൊക്കെ വേണ്ടി നമുക്ക് വേണ്ടിയിട്ട് അതെല്ലാവരും തരുന്നുണ്ട്. സോ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെയാണ് നമ്മളെ ട്രിപ്പ് ആരംഭിക്കുന്നത്, തിങ്കളാഴ്ച. ചിലപ്പോൾ ഈ വീഡിയോ വരുന്നത് തിങ്കളാഴ്ച ആയിരിക്കും. കാരണം ഇന്ന് എടുക്കുന്ന വീഡിയോ നമ്മൾ നാളെയാണ് അപ്ലോഡ് ചെയ്യുക കേട്ടോ. എഡിറ്റ് ചെയ്യണമല്ലോ രാത്രി ഇരുന്നിട്ട്, എന്നിട്ട് പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്യും. സോ നാളെ നമ്മൾ എവിടെ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിങ്കളാഴ്ച നമ്മൾ കാലിക്കറ്റാണ് ഉണ്ടാവുക കേട്ടോ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ എവിടെയാണുള്ളത് ലൈവ് അപ്ഡേറ്റ് ഇൻസ്റ്റാഗ്രാമിൽ തരും. യാസീം വ്ളോഗ്സ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾ നോക്കുക. അതിൽ ലൈവായിട്ട് ഞാൻ എവിടെ എത്തി, എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ ലൈവായിട്ട് അതിൽ അപ്ഡേറ്റ് ചെയ്യും. സോ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ജീപ്പും കാര്യങ്ങളും ബെഡും എല്ലാം റെഡിയായി. സോ നമ്മൾ എന്തൊക്കെയാണ് ഈ ട്രിപ്പിന് വേണ്ടി കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ലോങ് ജേണിക്കല്ലേ പോണത്. അപ്പം എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇതെൻ്റെ 4ാമത്തെ ഓൾ ഇന്ത്യ ട്രിപ്പാണ് കേട്ടോ. ആദ്യം ഞാൻ ഡ്യൂക്ക് 200 പോയി, എൻ്റെ സ്വന്തം അവിടെ കിടക്കുന്നുണ്ട്. അതിനുശേഷം ഞാനും ഫായ്സ് കൂടി അടുത്ത ഡ്യൂക്ക് 200 പോയി. അതിനുശേഷം ഞങ്ങൾ 390 എടുത്ത് പോയി. ഇതിപ്പോൾ 4ാമത്തെ വട്ടം ഒരു ജീപ്പിൽ പോവാണ്. അപ്പോൾ ബൈക്കിലും ജീപ്പിലും പോകുമ്പം എന്തൊക്കെയാണ് ഞങ്ങൾ സാധനങ്ങൾ കൂടുതൽ കൊണ്ടുപോകുന്നതും കുറച്ച് കൊണ്ടുപോകുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ ഇത് പറയുന്നതിനിടയ്ക്ക് തന്നെ വളരെ വിഷമത്തോടു ഒരു കാര്യം പറയാം. നമ്മളെ കാട്ടിക്കുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചിട്ടുണ്ട് ഈ വണ്ടി കൊണ്ട് അവിടെ ചെല്ലാൻ. അതിൻ്റെ കാരണം എന്താണെന്നുള്ളതൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് വിശദമായിട്ട് പറയാം. എന്തായാലും വളരെ വിഷമത്തോടെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോണത്. ടൈമില്ലാത്തോടത്ത് നമ്മൾ അങ്ങോട്ട് പോയി. ഇത് സ്റ്റേഷനിൽ കാണിക്കണം എന്നാണ് പറഞ്ഞത്. ഈ വണ്ടി കൊണ്ടുപോയിട്ട് നാളെ ട്രിപ്പ് ഇറങ്ങണം, ഇന്നെല്ലാം സെറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് നമ്മൾ എത്ര നേരം നിൽക്കേണ്ടി വരും എന്നുള്ളതൊന്നും അറിയില്ല. അപ്പം അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലോട്ട് ഇറങ്ങുകയാണ്. സമയം 8 മണിയായി. 10:30 ആകുമ്പത്തിനും കാട്ടിക്കുളം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ ലെറ്റ്സ് ഗൈസ് വിൽ ഗോ ടു പോലീസ് സ്റ്റേഷൻ ഫസ്റ്റ്. അതിനുശേഷം വന്നിട്ടായിരിക്കും എന്തൊക്കെയാണ് നമ്മൾ ക്യാരി ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ. എപ്പോൾ തിരിച്ചെത്തുന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടുത്തെ പ്രൊസീജിയേഴ്സ് ഒന്നും അറിയില്ലല്ലോ, പോക്കില്ലല്ലോ. അപ്പം കുറേ നേരം നിൽക്കേണ്ടി വരുമോ, ഇല്ല ചെന്ന അവിടെ തന്നെ പിന്നെ എന്താ കാരണം എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുമെന്നൊന്നും അറിയില്ല. സോ ഗൈസ് വിൽ ഗോ ആൻഡ് കം ബാക്ക്. ഇപ്പം മാനന്തവാടി ഉള്ളത്. നമ്മൾ അവിടുന്ന് പുറപ്പെട്ട് നേരെ കാട്ടിക്കുളം വന്ന് കാട്ടിക്കുളം പോലീസ് സ്റ്റേഷനിൽ പോയി. എന്താ റീസൺ എന്ന് കേട്ടാൽ നിങ്ങളെല്ലാവരും നെട്ടും. റീസൺ ഒന്നുമില്ല ഗൈസ്. ഈ വണ്ടി പിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാണല്ലോ നാഗാലാൻഡിലോട്ട്. അപ്പം ഇതിന് NOC വേണം, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും വേണം. സോ അതിന് വേണ്ടിയിട്ട് പോലീസുകാർക്ക് ഈ വണ്ടി കാണിക്കാൻ വേണ്ടി പോയതാണ്. അപ്പം വണ്ടി കാണിക്കാൻ പോയപ്പോഴുള്ള പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ അതിൻ്റെ ചേസ് നമ്പർ കാണാനില്ല, എവിടെയെന്ന് ആർക്കും അറിയില്ല. ലാസ്റ്റ് അവിടെ തന്നെ ഉള്ള ഒരു സാറ് വന്നിട്ട് പറഞ്ഞ് ഇവിടെയാണ് നമ്പർ എന്നുള്ളത്. കറക്റ്റ് പുള്ളി പറഞ്ഞ പോലെ തന്നെ അവിടെ ആയിരുന്നു നമ്പർ. പക്ഷേ ആ നമ്പർ കാണുന്നില്ല. ലാസ്റ്റ് ഞങ്ങൾ പേപ്പറും പെൻസിലും എടുത്തിട്ട് ഇങ്ങനെ വരച്ച് നമ്പർ കിട്ടി. ഞങ്ങൾക്ക് ഒരുവിധം കടിച്ചു പിടിച്ച് കിട്ടി. പിന്നെ ലൈറ്റൊക്കെ അടിച്ചപ്പം നമ്പർ കിട്ടി. അപ്പം പിന്നെ കാട്ടിക്കുളം പോലീസ് സ്റ്റേഷനിലെ സാർമാർക്ക് ഒരുപാട് നന്ദി. കാരണം നമ്മൾ ചെന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ എന്താക്കി, ഓൾ ഇന്ത്യ പോവല്ലേ എന്നുള്ള രീതിയിൽ എല്ലാം സെറ്റ് ചെയ്ത് തന്ന്. അപ്പോൾ നാളെ NOCയും കിട്ടും, സമാധാനമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാം. നാളെ തന്നെ ഓൻ്റെ പേരിലോട്ട് ഇവിടുന്ന് വണ്ടി മാറ്റണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഗായ്സ് താങ്ക് യു. ഇനി നമ്മൾ എന്താക്കുന്നു, വീട്ടിൽ പോകുന്നു. എന്തൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകുന്നുള്ളതെന്ന് നിങ്ങൾക്ക് കാണാം. സോ ഗൈസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് എത്തിയിരിക്കുകയാണ്. അപ്പം അക്കീറിൻ്റെ ഒരു ബുദ്ധിയാണ് എന്ത്, നമുക്ക് ഒരു താർപ്പായി വിരിച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ കൊണ്ടുവന്ന എല്ലാ പ്രൊഡക്ട്സും എന്തൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടോ അത് മൊത്തം നമ്മളിത് ഈ ഒരു താർപ്പായിൻ്റെ മേലെ ഇപ്പോൾ വെക്കാൻ വേണ്ടി പോവാണ്. സോ നമ്മൾ ആദ്യം ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു തരാം നമ്മൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൊണ്ടുവന്നത്. സോ ഗൈസ് നമ്മളെ യാത്രയ്ക്ക് കൊണ്ടുവേണ്ട 90% സാധനങ്ങൾ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 കാറ്റഗറി ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്യാമ്പിംഗ് സെറ്റപ്പ്, നമ്മളെ കിടത്തം, എന്നും രാത്രിയും എങ്ങനെയായിരിക്കും നമ്മൾ റെസ്റ്റ് എടുക്കുക എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ നമ്മളുടെ ഫുഡ് സെക്ഷൻ,
അതായത് അടുക്കള സെക്ഷൻ എന്ന് പറയാം, ഫുഡല്ല, കിച്ചൺ സെക്ഷൻ. അതായത് ഫുഡ് ഉണ്ടാക്കാൻ നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നുള്ളത്. മൂന്നാമത്തെ സെക്ഷനാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എന്താണ് ഇതൊക്കെ ഉണ്ടാവില്ലേ, പേഴ്സണൽ കെയറിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണ് അത്. ഇത് മൊത്തത്തിൽ പിന്നെ താർപ്പായി കുറച്ച് വലുതായതുകൊണ്ട് സാധനങ്ങൾ കുറച്ചുള്ള പോലെ നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഇത് കുറേ ഉണ്ട്. ആദ്യം തന്നെ ഇങ്ങോട്ട് വരിക. നമ്മൾ ഓൾറെഡി നമ്മളെ വണ്ടിയിൽ ഇതാ ബെഡ് സെറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ബെഡിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ എടാ ഇതിൻ്റെ മേലെ കയറി കിടന്നു. ഇവനെ പോലത്തെ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ മേലെ കിടന്നുറങ്ങാൻ നമുക്ക് പറ്റും. കിടന്നോ കണ്ടോ, ഓൻ്റെ കാലെന്നെ എൻ്റെ കാല് പുറത്തെത്തൂലേ? കണ്ടോ, ഇവൻ്റെ കാല് വരെ പുറത്തെത്തും. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് അങ്ങനെ ആയിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല ഫുള്ളി ആയിട്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും പുറത്ത് തന്നെ കിടന്നുറങ്ങാം. അപ്പം പിന്നെ എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് ഈ കമൻറ്റ് ബോക്സിൽ കണ്ടൊരു കാര്യമുണ്ട്. നോക്കി, നിങ്ങളെ ജീപ്പ് ഓപ്പൺ അല്ലേ, നിങ്ങൾ ഇവിടെ എന്തെങ്കിലും വെക്കുമ്പം ഇതൊക്കെ അടിച്ചു മാറ്റി പോകില്ലേന്ന്. 1.5 വർഷം ബൈക്കിൽ കറങ്ങിയിട്ട് ഇതിൻ്റെ അത്ര പോലും സേഫ്റ്റി ഇല്ലാതെ എല്ലാം പുറത്ത് വെച്ച് കിടന്നുറങ്ങിയതാണ് ഞാൻ. അത് വിചാരിച്ച് ഇനി ഈ വട്ടം കട്ടുകൊണ്ടുപോകില്ല എന്നല്ല. അപ്പം നമ്മളെല്ലാ സാധനം, വേണ്ടപ്പെട്ട സാധനം കിടക്കാൻ നേരത്ത് ടെൻറ്റിൻ്റെ ഉള്ളിലാക്കിയിട്ടിട്ട് കിടക്കുക കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇങ്ങനെയാണ് സേഫ്റ്റി. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു പൊസിഷനിലെത്തി അവിടെ നിന്ന് ഒരു ടൂറിസ്റ്റ് പ്ലേസ് കാണാൻ വേണ്ടി പോകണമെന്നെങ്കിൽ നമ്മൾ ബൈക്കിലെല്ലാം അവിടെ കെട്ടിവെച്ചിട്ടേ പോക്ക്. എടുത്തുകൊണ്ടോട്ടെ അല്ലേ, ഇത്രയല്ലോ. അപ്പം അങ്ങനെ. അപ്പം ഇതാ നമ്മൾ ആദ്യം തന്നെ ഒരു 3% ടെൻറ്റ്. കഴിഞ്ഞ വട്ടവും ഞാനും ഫായിസും പോയപ്പോഴും ഞങ്ങൾ 2 ആളാണെങ്കിലും 3% കൊണ്ടുപോയിട്ടുണ്ട്. കാരണം നമ്മളെ ലഗേജും അതിൻ്റെ കൂടെ വെക്കാം. പിന്നെ ഇതൊരു ടാർപ്പായാണ്. അതായത് നമ്മളിപ്പോൾ ഫുഡ് ഉണ്ടാക്കുക വിചാരിക്കും. ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ വെയിലൊക്കെ ആണെങ്കിൽ ഈ ടാർപ്പായി ഇവിടുന്ന് ഇങ്ങോട്ട് കെട്ടാം. അത് ഒരു ദിവസം നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കണ്ടാൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. പിന്നെ ഇതാ എല്ലാം ഡെക്കാത്രോൺ പ്രൊഡക്റ്റാണ്. 2 കസാര മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഡെക്കാത്രോണിൽ പോയാൽ കിട്ടും. പിന്നെ ടേബിൾ. ഈ ടേബിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ, അതിൻ്റെ മുന്നേ കട്ട് ചെയ്യാൻ, അങ്ങനത്തെ എല്ലാ സെറ്റപ്പിനും ഈ ഒരു ടേബിൾ പറ്റും. വലിയൊരു ഉറപ്പില്ല, എന്നാലും ഓക്കെയാണ്. ഇതൊക്കെ ഫോൾഡബിൾ ആണ് കേട്ടോ. നോക്കി കണ്ടോ, ഇതൊക്കെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറ്റാം. ഇതേ സാധനം ഇതും ഫോൾഡ് ചെയ്ത് കയറ്റാം. ഇതൊന്ന് അക്കീറിനും ഒന്ന് എനിക്കും, അങ്ങനെയാണ് സെറ്റപ്പ് വരുന്നത്. അതാണ് നമ്മളെ ക്യാമ്പിങ് സെറ്റപ്പിന് വരുന്ന ഒരു സാധനങ്ങൾ. ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ മിസ്സിങ് ഉണ്ടാവും. അതെന്താവും, നമ്മൾ കേരളത്തിൽ ആദ്യം തന്നെ ക്യാമ്പിങ് അങ്ങനെ ഉണ്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം കേരളത്തിൽ നമ്മളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ കോഴിക്കോട്, നാളെ പോകുന്ന കോഴിക്കോടാണെങ്കിലും പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ തൃശ്ശൂരും എൻ്റെ ഭാര്യ വീടുണ്ട്, അവിടെ പോയി താമസിക്കാം. പിന്നെ താഴോട്ട് ആലപ്പുഴ പോയ ഫ്രണ്ട്സ് ഉണ്ട്. താഴോട്ട് പോയാൽ ഓരോ സ്ഥലത്ത് ഓരോ ഫ്രണ്ട്സ് ഉണ്ട്. കേരളം വിട്ട് കഴിയുമ്പോഴാണ് നമ്മൾ ക്യാമ്പിങ്ങൊക്കെ ഒന്ന് ഫുള്ളി ഫ്ലഡ്ജ് ആക്കേണ്ടി വരുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർ നമ്മളെ വീട്ടിലോട്ട് വിളിക്കായിരിക്കും ചിലപ്പം. അപ്പം പിന്നെ ഇതാ കുക്കർ, പിന്നെ ബക്കറ്റ്. അക്കീർ പറഞ്ഞത്, ഞാൻ പറഞ്ഞ് ബാത്റൂമിലൊക്കെ പോയാൽ മുട്ടിക്കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ രാവിലെ ബാത്റൂം പോകണമല്ലോ. അക്കീർ പറഞ്ഞ ബക്കറ്റ് വേണം. ഞാൻ പറഞ്ഞു 2 ലിറ്ററിൻ്റെ വെള്ളം പോരെയെന്ന് വെച്ച്, കുപ്പികൾ അതിൽ വെള്ളമാക്കിയിട്ട് പോയാരേ. അപ്പോൾ അക്കീർ പറഞ്ഞ് ഓൻ്റെ അത് വെച്ച് കഴുകിയാൽ തീരൂല. എന്നിട്ട് ബക്കറ്റ് മേടിപ്പിച്ചിരിക്കണവന്. പിന്നെ ഇത് പാത്രം കഴിക്കണ സാധനം കേട്ടോ. അതിൽ തന്നെ നമ്മളെ ലിക്വിഡും വെക്കും, പാത്രം കഴിക്കണ സാധനം ഉണ്ടാവും. അങ്ങനെ ഒന്ന് കാണിച്ചില്ല, തുറന്ന് കാണിച്ചാൽ കണ്ടില്ലേ. ഈ ഒരു സെറ്റപ്പാ. അതായത് ഒരു ചെറിയ സിങ്കിലേ ഇതിലിങ്ങനെ ഇതാക്കാം. എന്നിട്ട് കിരി നിറഞ്ഞിട്ട് ഉരച്ചാണ്ട് കഴുകാം. പിന്നെ ഇതാ കട്ടിങ് പ്ലെയർ അല്ല, കട്ടിങ് ബോർഡ്. പിന്നെ ഇതാ ഈ ഒരു സാധനം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ കുരുമുളക് പൊടി, മുളക് പൊടിയും ഉപ്പ്, അങ്ങനെ എല്ലാവിധ സാധനങ്ങളും നമ്മൾ ഈ ഒരു സാധനത്തിൽ കയറ്റും. പിന്നെ സ്റ്റീൽ പ്ലേറ്റാണ് ഞങ്ങൾ എടുത്തത്. കാരണം കുപ്പി പ്ലേറ്റും പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റിൽ എനിക്കൊരു ഇഷ്ടമല്ല ഫുഡ് കഴിക്കാൻ പൊതുവെ. പിന്നെ കുപ്പി പ്ലേറ്റ് നോ അതർ ചോയ്സ്, ജീപ്പിലൊക്കെ ഇട്ട് തന്നെ കുലുങ്ങിയിട്ട് 2ാമത്തെ ദിവസം പൊട്ടിപ്പോവും. അപ്പോൾ സ്റ്റീൽ പ്ലേറ്റ് തന്നെയാണ് നല്ലത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് അറിയില്ലേ, ഇത് ഇവിടെ ഇങ്ങനെ ചൂട് സാധനങ്ങളൊക്കെ വെക്കാൻ, ചോറൊക്കെ എടുത്തിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ സെറ്റപ്പ്. പിന്നെ ഉള്ളത് നൂഡിൽസൊക്കെ കഴിക്കുകയാണെങ്കിൽ ഫോർക്ക് മേടിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം 2ന് പകരം 3ഓ 4ഓ മേടിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ വഴിക്കുന്ന ആരെങ്കിലും കണ്ട് പരിചയപ്പെട്ടാൽ ഓർക്ക് കഴിക്കാനുള്ളതും. പ്ലേറ്റ് നമ്മൾ ഓർക്ക് കൊടുക്കൂല. പിന്നെ സ്പൂണും അതുപോലെ 3 ഉണ്ട്. അരിപ്പ ഉണ്ട്. പിന്നെ
ഇറക്കി ഓൻ ചൂടാനുള്ള സെറ്റപ്പൊക്കെയാണ് നമുക്ക് കരുതുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഭൂരി ചൂടാം, ചോറ് കോരിയെടുക്കാം, കറി ഇളക്കാം. മരത്തിൻ്റെ ഉണ്ട്, സ്റ്റീലിൻ്റെ ഉണ്ട്. ഇത് ഭംഗിക്കാന്നാണ് പറഞ്ഞത്. അടുത്തതാണ് മെയിൻ സാധനം. ഏറ്റവും കൂടുതൽ യൂസ് ആവുന്ന സാധനം കുക്കറും ഇതായിരിക്കും, ചായപാത്രം. പിന്നെ അക്കീർ ചമ്മന്തി ഉണ്ടാക്കാൻ ബെസ്റ്റാണ്. അപ്പം ചമ്മന്തി ഉണ്ടാക്കാൻ ഒലക്ക. പിന്നെ സ്റ്റീൽ ഗ്ലാസ്, സെയിം പ്ലേറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. പിന്നെ ചീനച്ചട്ടി, അത്യാവശ്യം മാഗി, അത്യാവശ്യം കറി എല്ലാം പെട്ടെന്ന് ഇതിലുണ്ടാക്കാം. പിന്നെ ഇതാണ് നമ്മളെ ഗ്യാസ് അടുപ്പ്. ഗ്യാസ് അടുപ്പിൻ്റെ ഗുണം ഇത് 2 ലിറ്ററിൻ്റെ ഗ്യാസ് അടുപ്പാണ്. ഏകദേശം 8 മണിക്കൂറോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ജസ്റ്റ് കത്തുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ജസ്റ്റ് അങ്ങനെ ആക്കിയാൽ തന്നെ ഫ്ലെയിം വരും. ജസ്റ്റ് ഇത് കുപ്പി വെള്ളം. ഇത് രണ്ടും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അരി കഴുകുക, ഇത് അരി കഴുകുക, അത് ആ സമയത്ത് ഇത് വെജിറ്റബിൾ കഴുകുക. ഇത് കഴുകാൻ വേണ്ടിയിട്ട്, സാധനങ്ങൾ കഴുകാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങളാണ്. ഇനി നമ്മളെ സെൽഫ് കെയറിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ. തലയിൽ എണ്ണ തേച്ച് പിടിപ്പിക്കാം. ഇതൊരു സൺസ്ക്രീൻ മേടിച്ചാണ് കേട്ടോ. ഇത് നോമ്പറണ്ട. ഇത് എമർജൻസി സിറ്റുവേഷനിൽ ബാത്റൂം പോകാൻ മുട്ടി വെള്ളമില്ല, ദിസ് ക്യാൻ യൂസ്. ഇത് നമ്മളെ ഇത് പാത്രങ്ങളൊക്കെ തുടയ്ക്കാനും ഇതൊക്കെ തുടയ്ക്കാനുള്ളൊരു സാധനം. പിന്നെ പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ റിയൽ ഷെഫായിട്ടൊക്കെ മാറും. സെറ്റല്ലേ? ഇതും അത്യാവശ്യം തുണിയൊന്നും ഇല്ലാത്ത സമയത്ത് പാത്രങ്ങളൊക്കെ വൃത്തിയാക്കാൻ ഇത് പറ്റും. ഇത് പിന്നെ ചകിരി അറിയാലോ. ഇത് ഫേസ് വാഷ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കത്രിക എന്തിനാണോ എന്നറിയില്ല, ആവശ്യം വരുമായിരിക്കും. പിന്നെ സ്പ്രേ ഉണ്ട്, സോപ്പ് ഇട്ടേക്കാൻ. ഇതൊരു വാക്സ്, ഇതൊക്കെ അറിയാലോ, സ്പ്രേ. ഇത് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് ഇന്ന് കണ്ട സാധനമാണ് കേട്ടോ. നമ്മൾ ഇതിലാണ് എൻ്റെ അക്കീൻ്റെ ഡ്രസ്സ് ഞങ്ങൾ സെറ്റപ്പ് ആക്കുന്നത്. ഇത്രയും വലിയൊരു പെട്ടിയിൽ ഞങ്ങൾ അധികം ഒന്നും കൊണ്ടുപോകുന്നില്ല, കുറച്ച് ഡ്രസ്സ് കൊണ്ടുവന്നുള്ളൂ. അത് ഇതിൽ വെച്ചിട്ടില്ല. ഇനിയുള്ള ദിവസങ്ങൾ കാണിച്ചു തരാം. അപ്പം അലക്കി സെറ്റപ്പാക്കിയ ഡ്രസ്സ് അതിൽ വെക്കുള്ളൂ. അലക്കാനുള്ള ഡ്രസ്സ് ഒന്ന് ഇതുണ്ട്, ഇത് ഇതിലെടുക്കുക. അപ്പം സ്മെല്ല് വന്നാലും അത്ര വിഷയമില്ലല്ലോ. വേർപ്പിൻ്റെ സ്മെല്ല് എന്തായാലും ഉണ്ടോ, ഇങ്ങനൊരു യാത്ര നടത്തില്ലേ നമ്മൾ. പിന്നെ അതുപോലെ തന്നെ ഇതും മേടിച്ചിരിക്കണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇതായിരിക്കും ഡ്രസ്സിൻ്റെ സ്ഥലം, ഇല്ലെങ്കിൽ ആ പെട്ടി, ഇല്ലെങ്കിൽ ഇത് പാത്രം, സ്പൂണ്, ഈ കറണ്ട ഈ സാധനങ്ങളൊക്കെ ഇതിലാണ് ഇടും. ഇത് ഇങ്ങനെ തന്നെ മേടിക്കാൻ കാരണം എന്താ, കിലുക്കം കുറവുണ്ടാകും. അതിലാകുമ്പോൾ ഭയങ്കര കിലുക്കായിരിക്കും. പിന്നെ ഇത് അക്കീർ ഒന്നൊരു ബാഗ് എടുത്തേക്കണ്, ചെറിയൊരു ബാഗ്. അത് പിന്നെ തലയേണ, നല്ലൊരു ചെറിയ 2 തലയേണ, അതും നമ്മൾ മേടിച്ചിരിക്കണം. അപ്പം ഇത്ര ഐറ്റംസാണ് നമ്മൾ കൊണ്ടുവന്നതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇതിനും കൂടുതൽ ഐറ്റംസ് നമ്മൾ പിന്നെ ഇതിപ്പം യാത്ര പോകുമ്പം കൊണ്ടുപോകും. ഇത് മതി സത്യത്തിൽ. പിന്നെ ഞാൻ പറയാം, അരി, പിന്നെ കറി വെക്കാനുള്ള പച്ചമുളക്, തക്കാളി, കടല, പരിപ്പ്, ഇതൊക്കെ നമ്മൾ പോണ വഴിക്ക് എന്താ ഇല്ലാത്തത് അത് വെച്ച് നോക്കി അപ്പപ്പോൾ പാകും. അതാട്ടോ പരിപാടി. കഴിഞ്ഞ വട്ടവും ഞങ്ങളിപ്പോൾ ഇതിന് മുന്നേയും ഓൾ ഇന്ത്യ പോയപ്പോൾ അങ്ങനെ ഇല്ല. ആഴ്ച എന്നും പോയിട്ട് രാവിലെ പോയിട്ട് സാധനം വാങ്ങും, ഇല്ലെങ്കിൽ തലേന്ന് മേടിച്ച് വെക്കും വൈകുന്നേരം. അന്ന് രാത്രി ഉണ്ടാക്കും, പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കും. അങ്ങനെയാണ് ഞങ്ങൾ പൊതുവേ ചെയ്യാറുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ബുക്ക് ഉണ്ട്, ഇത് ഞങ്ങളെ എക്സ്പെൻസ് ബുക്കാണ്. എൻ്റെ അക്കീറിൻ്റെയും എക്സ്പെൻസ് ഞങ്ങൾ എന്താക്കും, മൊത്തം ഇതിലെഴുതും. ഞങ്ങൾ എങ്ങനെ എക്സ്പെൻസ് കൂട്ടാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ ഇറങ്ങുമ്പം അക്കീർ 10,000 ഇടും, ഞാനും 10,000 ഇടും. എൻ്റെ അക്കൗണ്ടിലായിരിക്കും ഇടുക. എന്നിട്ട് ഞാനത് ചിലവാക്കും. 20,000 കഴിയുമ്പം വീണ്ടും 10,000 വെച്ചിട്ടിടും. അങ്ങനെ ഇല്ലാതെ പിന്നെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഇത് ആര് കൊടുക്കും, അങ്ങോട്ടും കൊണ്ട് നോക്കിക്കണ്ട, എല്ലായിടത്തും ഞാൻ കൊടുത്തോളും. എന്നിട്ട് ഇന്നിങ്ങനെ മൈനസ് ചെയ്യും. ഇതിൻ്റെ പുറമെ എക്സ്ട്രാ പിന്നെ നമുക്ക് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ അത് സ്വന്തം പൈസ കൊടുത്തിട്ട് മേടിക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കൊണ്ടുപോകണത്. ഇനി നമ്മളെ ഡ്രസ്സ് ഇതിൽ വരാനുണ്ട്. പിന്നെ ജെറി ക്യാന്, വെള്ളം കൊണ്ടുള്ള ക്യാന് വരാനുണ്ട്. അതൊന്നും നമ്മളിപ്പോൾ കേരളത്തിലായതുകൊണ്ട് വാങ്ങാതെ വെക്കുന്നതാണ്. ഇനി അതൊക്കെ വാങ്ങണം. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഒരുവിധം നമ്മൾ കൊണ്ടുവന്നത്. അപ്പം ഈ ഒരു സെറ്റപ്പാണ് നമ്മൾ കൊണ്ടുവന്നത്. ഇതിൻ്റെ പുറമെ നമ്മൾ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം.